നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ട് പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ, നിത്യം പരിശുദ്ധ മറിയമാണമ്മ. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് ഈ തിരുനാൾ ദിവസം. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം നമുക്കെല്ലാവർക്കും തുണയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശരിക്കും ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വലിയ കൃതജ്ഞതയോടെയാണ്. കാരണം ഇത് എനിക്ക് ഭയങ്കരം ഒരുക്കത്തിൻ്റെ കാലമായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറില്ലേ, അതായത്
ഇങ്ങനൊരു ശുശ്രൂഷ ചെയ്യാൻ മാത്രം വിശുദ്ധി എനിക്കില്ല, അതെനിക്ക് നല്ല ഉറപ്പാണ്. ബാക്കി കാര്യങ്ങൾ എനിക്കറിയത്തില്ല, അറിവുണ്ടോ അതിനുള്ള കാര്യപ്രാപ്തിയുണ്ടോ അത് ഡിപ്പെൻസ്. പക്ഷെ വിശുദ്ധിയില്ലെന്നുള്ള അറിയുന്നത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അവിടെയാണ് കർത്താവിൻ്റെ കരുണയൊക്കെ മനസ്സിലാകുന്നത്. അതായത് അപ്പോൾ വിശുദ്ധി ഇല്ലെന്നൊക്കെ പറഞ്ഞ് സുവിശേഷത്തിലേക്ക് നോക്കുമ്പോഴാണ് ഈശോ പറയുന്നടാ ഇതാരാ ഇപ്പോൾ വിശുദ്ധിയോടെ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പത്രോസിനെ അവിടുന്ന് സാധാരണത്തിൽ വിളിച്ചുകൊണ്ട് വരില്ലായിരുന്നോ? ഒരാളുടെ വിശുദ്ധിയാണ് മാനദണ്ഡം, ഞാൻ മത്തായിയെ വിളിക്കുമായിരുന്നോ എന്ന് കർത്താവ് ഇങ്ങോട്ട് ചോദിക്കും. ശരിക്കും ഒരു എളിമപ്പെടലിൻ്റെ ഒരുക്കത്തിൻ്റെ കാലമായിരുന്നു എനിക്കും. ബലഹീനനായ എന്നെ ഇതിനൊരുക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം എന്നോടൊപ്പം ഈ ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്ത നിങ്ങളെയും നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ ഈ ദിവസം ഞാൻ സമർപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ശുശ്രൂഷയുടെ നേരത്തെ മാത്രമല്ല, എൻ്റെ ഓരോ കുർബാന അർപ്പണങ്ങളിലും വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസങ്ങളിൽ മനസ്സ് ഉരുകി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളെ ഓരോ ദിവസവും ബലിപീഠത്തിൽ വെച്ച് ഞാൻ കുർബാന അർപ്പിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തുടർന്നും മുന്നോട്ട് കർത്താവിൻ്റെ ഹൃദയത്തിനടങ്ങിയ പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യാൻ നിങ്ങളെനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സങ്കടപ്പെട്ടിരിക്കുന്നവരോടൊരു വാക്യം പറയാനുണ്ട്. അതായത് ഞാൻ വളരെ പ്രാധാന്യത്തോടെ ചേർത്ത് പിടിക്കുന്നൊരു ബൈബിൾ വാക്യമാണിത്. ഒരു പ്രതീക്ഷ കിട്ടുന്നില്ലോ, ഒരു ഉത്തരം കിട്ടുന്നില്ലോ, പ്രാർത്ഥിച്ചു ഞങ്ങൾ, അതുകൊണ്ട് ആകുന്നില്ലോ, ശരിയാകുന്നില്ലോ. ട്രസ്റ്റ് ഹിം. കർത്താവിൽ ആശ്രയിക്കുക, മടുത്തു പോകാതിരിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40 അധ്യായം 30-31 വാക്യം. ഇതിൻ്റെ അവസാനം നിങ്ങളെ പറഞ്ഞേൽപ്പിക്കാനുള്ള ബൈബിൾ വാക്യം അതാണ്. അതായത് നിങ്ങൾ കാണാപ്പാഠം എന്നതുപോലെ പഠിച്ച് നിങ്ങളുടെ നാവിൻ തുമ്പിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു ബൈബിൾ വാക്യം. അത് നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ സാന്നിധ്യാനുഭവത്തിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമാണത്. യെശയ്യാ 40, 30, 31. നിങ്ങൾക്കറിയാതെ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. ഇതല്ലേ നമ്മൾ ചുറ്റും കാണുന്ന കാഴ്ച. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. സംഭവിക്കുന്നുണ്ട്. മിടുക്കരെന്ന് കരുതിയവർ വീണു പോകുന്നു, ബലവാന്മാർ എന്ന് കരുതിയവർ തളർന്നു പോകുന്നു, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴുന്നു. എന്നിട്ട് ബൈബിളിൻ്റെ വാഗ്ദാനം വരികയാണ്, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവരോടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ഇപ്പം തളർന്നിരിക്കുകയാണോ? സങ്കടപ്പെടാതിരിക്കുക. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ക്ഷീണിച്ചിരിക്കുകയാണോ? തളർന്നു പോവുകയാണോ? ഈ വാക്യം നമ്മളെ ബലപ്പെടുത്തട്ടെ. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അപ്പം നിങ്ങൾക്കുള്ള ആശ്വാസത്തിൻ്റെ വാക്കായിട്ട് ഈ വചനത്തെ യെശയ്യാ 40, 30, 31 സ്വീകരിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മളൊരു ഗ്രാജുവൽ ഗ്രോത്തിൻ്റെ അവസാനം എത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ഇടവക ദേവാലയം വരെ പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സൂചന തന്നായിരുന്നു. എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേറ്റ ഈശോയെ കാണുക, തിരിച്ചറിയുക എളുപ്പമല്ല എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആദ്യം മഗ്ദലന മറിയത്തിന് എപ്പോൾ മനസ്സിലായത് ഈശോയാണെന്ന്? മനസ്സിലായത് മറിയമെന്ന് വിളിച്ചപ്പോൾ വചനം. അപ്പോൾ തിരുവചനം ഗൗരവമുള്ളതായിട്ട് എടുക്കണം. അടുത്തത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എപ്പോൾ മനസ്സിലായത് ഈശോയാണെന്ന്? കുർബാനയുടെ പ്രാധാന്യം. ഇനി തിബേരിയോസിൻ്റെ തീരത്ത് മീൻ പിടിക്കാൻ പോയ 7 ശിഷ്യന്മാർ, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. 21 അധ്യായത്തിൽ കാണുന്ന 7 പേർക്ക് എപ്പോൾ മനസ്സിലായി അത് ഈശോയാണെന്ന്? എപ്പോൾ മനസ്സിലായത് ഈശോയാണെന്ന്? ആ രംഗം മനസ്സിൽ കാണണം. നമ്മളത് മുമ്പെപ്പോഴും മെൻഷൻ ചെയ്തു, പക്ഷേ അത് ഈ രീതിയിലായില്ലായിരുന്നു. എന്ന് വെച്ചാൽ വലയെറിഞ്ഞു. അനുസരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അനുസരണത്തെക്കുറിച്ച് പറഞ്ഞു. തീരത്ത് നിൽക്കുന്നത് കർത്താവാണെന്ന് പറയാൻ വീട്ടിലൊരു യോഹന്നാൻ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ആ ചിന്തകളൊക്കെ നമ്മൾ ധ്യാനിച്ചാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നൊരു സാധനം കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ കർത്താവ് പറഞ്ഞതനുസരിച്ച് വലയെറിഞ്ഞു. അത് കർത്താവാണെന്ന് അറിയത്തില്ല, വലയെറിഞ്ഞു. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് 153 മത്സ്യങ്ങൾ അതിൽ കുടുങ്ങി. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാണെന്ന്. അപ്പോൾ ചോദ്യം, ഇനിയുള്ള കാലത്ത് കർത്താവിനെ തിരിച്ചറിയാനുള്ള അടുത്ത മാർഗം എന്താണ്? മഗ്ദലന മറിയത്തിൻ്റെ കാര്യത്തിൽ വചനം പോലെ, എമ്മാവൂസിലേക്ക് ശിഷ്യന്മാരുടെ കാര്യത്തിൽ വിശുദ്ധ കുർബാന പോലെ, ഈ തിബേരിയസ് തീരത്തെ ശിഷ്യന്മാർ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഈശോയെ തിരിച്ചറിയാൻ അടുത്ത മാർഗം എന്താണ്? ഇതൊരു കൗതുകമുള്ള കാര്യമാണ്. മാർഗം 153 മത്സ്യങ്ങളുള്ള വല.
153 മത്സ്യങ്ങളുള്ള വലയാണ് ഇനിയുള്ള കാലത്ത് ഈശോയെ കാണാനുള്ള മാർഗം. അപ്പം നിങ്ങൾ വിചാരിക്കുക, എൻ്റെ പൊന്നച്ചാ ഇനി എവിടെ പോയാൽ വല തപ്പിയെടുക്കുന്നത്? 153 മത്സ്യങ്ങളുള്ള വല. എന്താണ് 153? അതാണ് പ്രധാനപ്പെട്ടത്. യോഹന്നാൻ്റെ സുവിശേഷം അറിയാമല്ലോ, അയാൾ ഒരു കാര്യം ആവശ്യമില്ലാതെ എഴുതി വെക്കത്തില്ല. ഈ യോഹന്നാൻ എല്ലാം മാസ്റ്റർ ഗോസ്പലാണ്, അളന്നു തൂക്കി കീറി മുറിച്ചെഴുതിയ സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്, ഒരു വെറും വാക്കുമില്ല. മുഴുവൻ ദൈവശാസ്ത്രം കുത്തി നിറച്ചു വെച്ചിരിക്കുക. അപ്പൊ 153 എന്ന ഒരു സംഖ്യ അവിടെ യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഉണ്ടാകണം. എന്താ അർത്ഥം? ആ അർത്ഥം ചിലർ പറയും ജപമാല എന്നൊക്കെ പറയും. ദേവി ഇത് മണ്ടത്തരം പറയരുത്. ജപമാല ഉണ്ടായത് 12-ാം നൂറ്റാണ്ടിലാണ്. സുവിശേഷം എഴുതപ്പെട്ടത് 1-ാം നൂറ്റാണ്ടിലാണ്. 12-ാം നൂറ്റാണ്ടിലെ 153 മണി ഇവിടെ സുവിശേഷം എഴുതി വെച്ചൊന്ന് പറഞ്ഞു കളഞ്ഞേക്കരുത്. ഈ 153 യഹൂദരുടെ ധാരണ അനുസരിച്ച്, ആ കാലഘട്ടത്തിൽ കേട്ടോ, അന്നത്തെ യഹൂദരുടെ ധാരണ അനുസരിച്ച് കടലിൽ ആകപ്പാടെയുള്ള മത്സ്യങ്ങളുടെ തരമാണ് എന്ത്? 153. കൈൻസ് ഓഫ് ഫിഷസ്, നമ്പർ ഓഫ് ഫിഷസ് അല്ല, കൈൻസ് ഓഫ് ഫിഷസ്. കടലിൽ 153 തരം മത്സ്യങ്ങൾ ഉള്ളൂ എന്നാണ് യഹൂദർ അന്ന് ധരിച്ചിരുന്നത്. അന്നതേ ഉയർത്തെഴുന്നേറ്റവൻ്റെ കൽപ്പന അനുസരിച്ച് വലയെറിഞ്ഞപ്പോൾ ആ 153 വലയ്ക്കകത്ത് കയറി. അപ്പോൾ ഈ വല ഏതാ? ഉയർത്തെഴുന്നേറ്റവൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ സ്ലീഹന്മാർ ഭൂമിയിലേക്ക് വീശിയെറിഞ്ഞ വല ലോകത്തുള്ള സകല മനുഷ്യരെയും ഉൾക്കൊള്ളുമാറ് സ്ലീഹന്മാർ വീശിയെറിഞ്ഞ വല. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ, സമ്പന്നെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുമാറ്, ജാതി മത വർഗവർണ്ണ വ്യത്യാസമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ വലയുടെ പേരാണ് ശുദ്ധമാന ക്രൈസ്തവ സഭ. അപ്പോ ഇനിയുള്ള കാലത്ത് ഈശോയെ തിരിച്ചറിയുന്നത് എവിടെയാണ്? ഈ സഭയിൽ, സഭാ കൂട്ടായ്മയിൽ. സഭയോട് ചേർന്ന് നിൽക്കാൻ പഠിക്കണം. സഭാ കൂട്ടായ്മയിൽ കർത്താവിനെ കണ്ടെത്താൻ പറ്റണം. എന്താണ് ഈ സഭ? നിർഭാഗ്യവശാൽ സഭയെന്ന് കേട്ടാൽ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്നത് 2 കോളേജും 3 ഹോസ്പിറ്റലും ആയിരിക്കും. അപ്പം നമുക്ക് സ്നേഹിക്കാൻ തോന്നില്ല. അങ്ങനെ സഭയെ കരുതരുത്. സഭ അതല്ലല്ലോ. സഭ എന്താണ്? ഈശോ തമ്പുരാൻ്റെ പേരിലുള്ള പത്രോസിൻ്റെ പിൻഗാമി നയിക്കുന്ന ആ കൂട്ടായ്മയുടെ പേരാണ് തിരുസഭ. ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കണം. ഈ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകരുത്. നമുക്ക് പ്രലോഭനം ഉണ്ടാകും. ഈ കൂട്ടായ്മയുടെ പുറത്ത് പോയാൽ ഭയങ്കര മെച്ചപ്പാടുകളുണ്ട്, ഇതിൻ്റെ പുറത്താണ് എല്ലാം ഇരിക്കുന്നത് എന്നൊക്കെ തോന്നും. അങ്ങനെയല്ല, സഭയോട് ചേർന്ന് ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അപ്പം ഇന്ന് അവസാന ദിവസം പറഞ്ഞേൽപ്പിക്കാനുള്ളത് അതും കൂടെ പറഞ്ഞ് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമ്മൾ ഇന്ന് ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിക്കുകയാണ്. തിരുസഭയോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്ത്യാനികളായിട്ട് മാറണം. ഈ കോഴിയെ പിടിച്ച് കോഴിക്കൂട്ടിലടയ്ക്കുമല്ലോ, പണ്ടൊക്കെ അങ്ങനത്തെ രീതികളുണ്ടായിരുന്നല്ലോ. കോഴിയെ കോഴിക്കൂട്ടിലടച്ചിട്ട് അപ്പോൾ ഈ ആസ്പെറ്റോസിൻ്റെ പൊട്ടിയ ഷീറ്റ് കൊണ്ടൊക്കെയാണ് ഈ കോഴിക്കൂടിൻ്റെ കവാടം അടച്ചു വെക്കുന്നത്. അപ്പോൾ ചില അനുസരണം കെട്ട കോഴികൾ കാണും, ഈ കാപ്പി മരത്തിൻ്റെ ചില്ലയിലൊക്കെ കയറിയിരിക്കും. എന്ത് ചെയ്താൽ കോഴിക്കുട്ടി കയറത്തില്ല, അവിടെ കയറി അഹങ്കാരം കാണിക്കും, മസിലൊക്കെ കാണിക്കും, ഞാനിവിടെ ഇരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ വിളിക്കും ഇറങ്ങി വാട, വരത്തില്ല. കല്ല് വിളിച്ചെറിയ ഇറങ്ങി വാട, വരത്തില്ല. പിന്നെ അവിടെ ഇരുന്ന് ചിറകടിച്ച് നമ്മളെ കൊഞ്ഞനെ കുത്തി കാണിക്കും. അവസാനം ഗതി കെട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കിട്ടിയതൊക്കെ വെച്ച് ഡോർ അടച്ചിട്ട് നീ അവിടെ ഇരിക്കുന്നു പറഞ്ഞ് നമ്മൾ പോയി കിടന്നുറങ്ങും. രാത്രിയുടെ ഏതോ യാമങ്ങളിൽ പാക്കാൻ എന്നൊക്കെ പറഞ്ഞില്ല, കുറുക്കനോ പാക്കാനോ ഒക്കെ വരും. എന്തിനാണെന്നറിയാമോ? ഈ കാപ്പിപ്പുറത്തിരുന്ന് അഭ്യാസം കാണിച്ച ഈ കോഴിയുടെ കഴുത്തേൽ പിടിക്കും. അപ്പോൾ നമ്മൾ സങ്കടത്തോടെ ഓർക്കും, ഈ മര്യാദയ്ക്ക് ആ കോഴിക്കുട്ടി കയറിയാൽ പോരായിരുന്നോ ഇതിനകത്ത് ഈ കോഴിക്ക്. സഭയെ മനസ്സിലാക്കേണ്ടത്, ഇതിൽ സിമ്പിളായിട്ട് എനിക്ക് സഭയെ പറഞ്ഞു തരാനില്ല. സഭയെ മനസ്സിലാക്കേണ്ടത് കോഴിക്കൂടായിട്ടാണ്. ഓരോ സമയത്തും സഭയുടെ നേതൃത്വം ശ്രമിക്കുന്ന എന്താ? എല്ലാവരെയും കൂടി ഈ കോഴിക്കൂട്ടിനകത്തോട് കയറ്റി സുരക്ഷിതമാക്കാനാണ്. അപ്പോൾ നമുക്ക് തോന്നും ഇതിനകത്ത് കയറിയ സ്വാതന്ത്ര്യം പോകും, ഇതിനകത്ത് പോയാൽ എൻ്റെ അഭിപ്രായത്തിന് വിലയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഏതെങ്കിലും കാപ്പി മരത്തിൻ്റെ ചില്ലേ കയറി ഇരുന്നോളാം എന്നൊക്കെ തോന്നും. നമ്മൾ ഫ്രജൈലാവുകയാണ്, നമ്മൾ വീണു പോകാനുള്ള സാധ്യത കൂടുകയാണ്, നമ്മളെ പിശാചിന് ആക്രമിക്കാൻ എളുപ്പമാവുകയാണ്. സഭയുടെ ഈ കൂട്ടായ്മയിലായിരിക്കണം എപ്പോഴും. ഈ യാമപ്രാർത്ഥനയിൽ സുന്ദരമായൊരു പ്രാർത്ഥനയുണ്ട്, സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനും ഞങ്ങളെ ഒരുക്കണമേ എന്ന്. സുന്ദരമായ പ്രാർത്ഥനയാണ്. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനും ഞങ്ങളെ ഒരുക്കണമേ എന്ന്. ഈ വിചാരത്തോടെ തിരുസഭയുടെ വലിയ മധ്യസ്ഥയല്ലേ പരിശുദ്ധ അമ്മ, തിരുസഭയുടെ റാണിയാണ്. അപ്പോൾ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുസഭയെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യത്തിന് സമർപ്പിച്ച്
നമുക്ക് പ്രാർത്ഥിക്കാം. സഭ മുഴുവനെയും, സഭയെന്ന് പറയുമ്പോൾ അതിനകത്ത് മാർപ്പാപ്പ വരുന്നു, മെത്രാന്മാർ വരുന്നു, അച്ഛന്മാർ വരുന്നു, ദൈവജനം മുഴുവനുണ്ട്. എല്ലാവരും ചേർന്ന് ഇന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ പക്കൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ കാലത്ത് നിൻ്റെ സുവിശേഷം ജീവിതം കൊണ്ട് ചുറ്റുമുള്ളവരുടെ മുമ്പിൽ ജീവിച്ച് കാട്ടുവാൻ നിൻ്റെ സഭയെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്നത്തെ നിങ്ങൾക്കുള്ള സിമ്പിൾ ഹോംവർക്ക്, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. തിരുസഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ തിരുനാൾ ദിവസം പ്രാർത്ഥിക്കുക. തിരുസഭയുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കണം. ഈ വിചാരത്തോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് മുട്ടിന്മേൽ നിന്ന് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ധ്യാനിച്ച എല്ലാ കാര്യങ്ങളും, നമ്മൾ ആദ്യം ഒരുക്കത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ നമ്മൾ ധ്യാനിച്ചു. അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ നമ്മൾ ധ്യാനിച്ചു. അതിനുശേഷം നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ വേണ്ട ആത്യന്തികമായ കാര്യങ്ങളെ ധ്യാനിച്ച് ഇപ്പോൾ ഈ ഒടുക്കം എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ ധ്യാനങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് പങ്കെടുത്ത. അവരുടെയൊക്കെ കണ്ണുകളിൽ ഇപ്പോഴും കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാലോമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരുപാട് പേര്, ഗാനങ്ങൾ ആലപിച്ചവർ, ഇതിനു വേണ്ട ബാക്കി ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ ചെയ്തവർ, അവരെയൊക്കെ സമർപ്പിച്ച് ലോകം മുഴുവനെയും സഭ മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും സമർപ്പണത്തോടെ ഭക്തിയോടെ തിരുനാളിൻ്റെ മുഴുവൻ സന്തോഷത്തോടെ നമുക്ക് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേരാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പ്രവൃത്തി: തിരുസഭയുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. എരിയാതെ എരിഞ്ഞു നിന്ന മുൾപടർപ്പേ പോ, മാലിന്യം മേശാത്തൊരു കന്യകയല്ലോ നീ, നിത്യം കന്യകയല്ലോ നീ. ആഹാ, അമ്മയ്ക്കൊപ്പം ഈശോയെ വാഴ്ത്തിപ്പാടും നീ. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ഈശോയെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദിവസം കഴിഞ്ഞ 33 ദിവസങ്ങളായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പരിസമാപ്തിയിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുന്ന ഈ ദിവസം, എൻ്റെ ഈശോ, ഞങ്ങൾ ഒരുമിച്ച് നിന്നെ ആരാധിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, നിന്റെ വലിയ കരുണയ്ക്കു നന്ദി. ഈ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന്, ഒറ്റ ചരടിലെന്ന വണ്ണം ഞങ്ങളെ ബന്ധിച്ച് നിന്റെ ദിവ്യകാരുണ്യത്തിന് ചുറ്റും ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് ഈശോയെ, നിനക്ക് നന്ദി.
ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ട നിരവധിയായ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് എൻ്റെ ഈശോ നിനക്ക് നന്ദി. കർത്താവേ, ഇനിയും ഞങ്ങളെ നിൻ്റേതാക്കി നീ കാത്തു സൂക്ഷിക്കണേ. പാപമോഹങ്ങളിൽ ഞങ്ങൾ കുതിരയോടാൻ നോക്കിയാലും വിട്ടുകളയാതെ ചേർത്ത് പിടിക്കണേ ഈശോ. ഈശോയെ, ഈ ദിവസങ്ങളിലൊക്കെ ഈ ആരാധനയിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ പ്രാർത്ഥനകളെ തിരുസന്നിധിയിൽ വീണ്ടും സമർപ്പിച്ച് അർത്ഥന നടത്തുകയാണ് ഞങ്ങൾ. കർത്താവേ, കരുണയായിരിക്കണേ. ഈശോ, ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങൾ നിന്നോടല്ലാതെ മറ്റാരോട് പറയും ഈശോയെ? വിവിധങ്ങളായ ഹൃദയവ്യഥകളിൽ ഉഴലുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയോടെ നിന്റെ മക്കളെ നീ നോക്കണേ ഈശോയെ. കുടുംബ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെ കുടുംബങ്ങളിൽ സങ്കടങ്ങൾക്ക് പഞ്ഞമില്ല കർത്താവേ. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ വിള്ളലിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ കർത്താവേ, നിന്റെ കരുണ അവരുടെ മേൽ ചൊരിയണമേ ഈശോ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത ഒക്കെ നഷ്ടപ്പെട്ട് കേവലം യാന്ത്രികമായി ജീവിക്കുന്നവരുടെ കണ്ണീരിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയ ദാമ്പത്യ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധി കൈമോശം വന്ന ദാമ്പത്യ ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കുടുംബ ജീവിതത്തിൽ, പ്രത്യേകിച്ചു ദാമ്പത്യ ബന്ധത്തിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ കർത്താവേ. ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. ഞങ്ങളുടെ ഏറ്റവും വലിയ കണ്ണീരും പ്രാർത്ഥനയും ഞങ്ങളുടെ മക്കളെ കുറിച്ചാണ് ഈശോ. നീ ദാനമായി നൽകിയ മക്കൾ ഞങ്ങളുടെ കൺമുമ്പിൽ വളരുമ്പോൾ ഞങ്ങളെ കൊണ്ടറിയാവുന്നത് പോലെയൊക്കെ ഞങ്ങൾ വളർത്താൻ ശ്രമിച്ചിട്ട് ഒരു ഘട്ടമെത്തുമ്പോൾ കുഞ്ഞുങ്ങൾ കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്ന സങ്കട കാഴ്ച കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ കണ്ണീരിനെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ. നിന്റെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ചേർത്ത് പിടിക്കണേ. ലോകത്തിന്റെ പാപക്കറകളേൽക്കാതെ, മാലിന്യങ്ങൾ വന്നു പതിക്കാതെ ഈ കെട്ടകാലത്ത് പൊതിഞ്ഞു പിടിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ സംരക്ഷിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. ദൈവജനമേ, നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ, വിവാഹത്തിന് ഒരുങ്ങുന്നവരുടെ പ്രാർത്ഥനകളെ, കുഞ്ഞുങ്ങൾക്കായി ആഗ്രഹിക്കുന്നവരുടെ കണ്ണീരിനെ, ദാമ്പത്യ ബന്ധങ്ങൾ വിളക്കി ചേർക്കപ്പെടാൻ ആഗ്രഹിച്ച് കുഞ്ഞുങ്ങള് കർത്താവിൻ്റെ വഴിയെ നടക്കാൻ പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയുടെ സന്നിധിയിൽ കരുണയ്ക്കായി യാചിക്കാം. എല്ലാ കുടുംബ ജീവിതം നയിക്കുന്ന എല്ലാവരെയും അവരുടെ എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിച്ച് നമ്മൾ യാചിച്ച് പ്രാർത്ഥിക്കണം. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. ഈശോയെ, വിവിധങ്ങളായ രോഗങ്ങളാൽ വലയുന്ന എല്ലാവരുടെയും കണ്ണീരിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സുഖപ്പെടുത്തി രോഗികളെ കരുണയോടെ ചേർത്ത് പിടിച്ച് കടന്നു പോയവനെ, നിന്നെപ്പോലെ ഞങ്ങളുടെ സങ്കടമറിയാവുന്ന മറ്റാർക്കാണ് കർത്താവേ? അപ്രതീക്ഷിതമായി ചില രോഗങ്ങൾ ഞങ്ങളെ തേടിയെത്തുമ്പോൾ ഉലഞ്ഞു പോവുകയാണ് കർത്താവേ. ജീവിതത്തിൻ്റെ ക്രമവും താളവും തെറ്റുകയാണ്, പരിഭ്രാന്തി പടരുകയാണ്. ഈശോ, ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെ ചികിത്സകളൊക്കെ നടത്തുമ്പോഴും നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ശാരീരിക ക്ലേശങ്ങളാൽ വലയുന്ന എല്ലാവരുടെയും സങ്കടങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. ചികിത്സകളിൽ ഏർപ്പെട്ടിരിക്കുന്നവര്, അതിനുവേണ്ടി വലിയ തുക വ്യയം ചെയ്യുന്നവര്, കർത്താവേ, അതിനു മാത്രം സമ്പാദ്യമൊന്നും ഇല്ലാത്തവരുടെ ജീവിതങ്ങളിലേക്ക്
ഒരു രോഗം അവരെ തേടിയെത്തുമ്പോൾ കുടുംബം പട്ടിണിയിലേക്ക് വീണു പോകുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. ഈശോയേ, നിന്റെ സൗഖ്യ സ്പർശം നിന്റെ മക്കളുടെ മേൽ നൽകണമേ. ഞങ്ങളുടെ ചികിത്സകളോട് ചേർന്ന് നിന്റെ കരുണ പെയ്തിറങ്ങട്ടെ കർത്താവേ. നിന്നെ കൊണ്ട് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുന്നു കർത്താവേ. നിന്റെ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തട്ടെ ഈശോയെ. ദൈവജനമേ, ചെറുതും വലുതുമായ വിവിധങ്ങളായ രോഗങ്ങളിൽപ്പെട്ട് ഉലഞ്ഞു പോകുന്നവരെ, കണ്ണീരും കഥനവുമായി കഴിയുന്നവരെ കർത്താവേ, നിന്റെ തിരുഹിതം പോലെ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക പദ്ധതിയായി നൽകപ്പെട്ടിരിക്കുന്ന സഹനങ്ങളെ, അതിനെ അതിജീവിക്കാൻ, അതിനെ ചേർത്ത് പിടിക്കാനുള്ള ബലം നിന്റെ മക്കൾക്ക് നൽകണമേ എന്ന് കൂടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ, കണ്ണീരും മാക്കണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, കണ്ണീരുമായി കേണമേ. ഈശോയെ, സാമ്പത്തിക ഞെരുക്കങ്ങൾ മൂലം ക്ലേശിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം കഴിക്കുവനെന്നുള്ളത് നിന്റെ തിരുഹിതമാണല്ലോ. അധ്വാനിച്ച് ജീവിക്കുന്ന നിന്റെ മക്കളെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. പകല് മുഴുവൻ ഇരവ് പകലുകളില്ലാതെ അധ്വാനിച്ചിട്ടും മിച്ചമൊന്നുമില്ലാതെ വരുന്നതിൻ്റെ സങ്കടം കർത്താവെ, വലിയ സാമ്പത്തിക ഭാരം ചുമലിലേൽക്കേണ്ടി വരുന്നവരുടെ വ്യഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ ഒരു പിടിപ്പ് കേടുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായവർ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒറ്റിയത് കൊണ്ട്, ചതിച്ചു കളഞ്ഞത് കൊണ്ട്, വഞ്ചനയുടെ ബാക്കി പത്രം എന്നത് വണ്ണം വലിയ സാമ്പത്തിക ക്ലേശങ്ങളിലേക്ക് വീണുപോയവർ കർത്താവേ, മക്കളെ നന്നായിട്ട് വളർത്താൻ ആഗ്രഹിക്കുമ്പോഴും അതിന് കഴിയാതെ വരുന്ന ഒരപ്പൻ്റെ ഹൃദയ നൊമ്പരം ഈശോ, നല്ലൊരു കൂരയ്ക്ക് കീഴിൽ തൻ്റെ കുടുംബത്തെ കാത്തുപരിപാലിക്കാൻ കഴിയാതെ വരുന്ന കുടുംബനാഥൻ്റെ നൊമ്പരങ്ങൾ ഈശോയെ, സാമ്പത്തിക ക്ലേശങ്ങൾ മൂലം വലയുന്ന എല്ലാ കുടുംബങ്ങളെയും കടഭാരങ്ങളാൽ വലയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനങ്ങൾക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ. നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമെന്ന വണ്ണം ലഭ്യമാകുന്ന സമൃദ്ധിയുടെ അനുഭവം അവർക്കുണ്ടാകട്ടെ കർത്താവേ. വിവിധങ്ങളായ സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്നവരുടെ സങ്കടങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ സമർപ്പിച്ച് അവരുടെ മേൽ ഞങ്ങൾ കരുണ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണീർ തുടയ്ക്കാൻ, മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. കണ്ണീർ തുടയ്ക്കാൻ, മാറോട് ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. സാധിക്കുന്നവരൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഈ ശുശ്രൂഷയുടെ 34 ദിവസങ്ങൾ നീണ്ടുനിന്ന ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ തിരുസഭയെ മുഴുവൻ കർത്താവിൻ്റെ പക്കൽ ഭരമേൽപ്പിക്കുകയാണ്. തിരുസഭയുടെ രാജ്ഞിയായ പരിശുദ്ധി അമ്മയുടെ വലിയ മാധ്യസ്ഥ്യത്തിലൂടെ ഈശോയുടെ പക്കൽ സഭയെ സമർപ്പിച്ച്, കർത്താവേ, നിന്റെ സഭയെ കാക്കണമേ ഈശോയെ. വിശ്വാസ തീക്ഷ്ണതയാൽ ഈ കാലത്ത് ജീവിക്കുവാൻ, സുവിശേഷത്തിൻ്റെ നല്ല സാക്ഷികളായി ജീവിക്കുവാൻ, നന്മയുള്ള സമൂഹമാക്കി നിന്റെ സഭയെ നീ മാറ്റണമേ എന്ന് നമ്മൾ ഒരുമിച്ച് സഭയെ തിരുസന്നിധിയിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പിശാച് അവൻ്റെ സകല തന്ത്രങ്ങളും നിന്റെ സഭയ്ക്കെതിരെ പയറ്റുമ്പോൾ നിന്റെ ചുടുചോര കൊണ്ട് നീ വീണ്ടെടുത്ത സഭയെ നീ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബലിപീഠത്തിൽ കൂടുകൂട്ടുന്ന സഭ, ആ സഭയെ തകർക്കാൻ, ആ കൂട് തകർത്ത് പ്രാക്കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കാൻ സർപ്പം പിശാച് അണയുമ്പോൾ കർത്താവേ, കാൽവരിയിൽ നിന്റെ ചോര പകരം കൊടുത്ത് നീ വീണ്ടെടുത്ത നിന്റെ സമൂഹത്തെ, നിന്റെ സഭയെ ഈശോയെ നിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നീ കാക്കണമേ എന്ന്
ദൈവസന്നിധിയിൽ യാചിച്ച് സഭയെ സമർപ്പിച്ച്, സഭ ദൈവജനം മുഴുവനുമാണല്ലോ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈശോയേ, നിന്റെ സഭയെ നീ കാക്കണമേ. ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ. കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യനിടത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കർത്താവേ, നിൻ ദിവ്യനിടത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ. കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യനിടത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കർത്താവേ, നിൻ ദിവ്യനിടത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കർത്താവേ, നിൻ ദിവ്യനിടത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള യേശു, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ,
അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാ നിന്നെ താരാട്ടു പാടിയുറക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ.